ബോങ് ജൂൺ ഹൂവിന്റെ രണ്ടാമത്തെ ഫീച്ചർ ഫിലിമാണ് മെമ്മറീസ് ഓഫ് മർഡർ. 2020 ആദ്യമായി അക്കാഡമി പാരസൈറ്റ് എന്ന നോൺ ഇംഗ്ലീഷ് സിനിമയ്ക്ക് ബെസ്റ്റ് പിക്ചർ അവാർഡ് നൽകിയതോടുകൂടി ബോങ് ജൂൺ ഹൂ എന്ന പേരിൽ ലോക ശ്രദ്ധ നേടി. 2003 പുറത്തിറങ്ങിയ മെമ്മറീസ് ഓഫ് മർഡർ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു കൊറിയൻ സിനിമയാണ്. ഹ്വാസോങ്ങിലും ജിയോങി പ്രവേശിയയിലും 14 പരം സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് മെമ്മറീസ് ഓഫ് മർഡർ. സിനിമയുടെ അവസാനം പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പോലീസ് അന്നൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. 1989 യു സങ് യോ എന്ന വ്യക്തി ഹ്വാസോങ് കൊലപാതകങ്ങളിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. കുറ്റസമ്മതം നടത്താൻ വേണ്ടി 3 ദിവസത്തോളം ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അന്ന് അയാളെ പോലീസുകാർ ഉപദ്രവിച്ചിരുന്നു. തുടർന്ന് സഹികെട്ട് ചെയ്യാത്ത കുറ്റം യു സങ് യോ സമ്മതിക്കുകയായിരുന്നു. 20 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം 2009 അയാൾ പരോളിൽ ഇറങ്ങി. റിയൽ ലൈഫ് സ്റ്റോറീസ് സിനിമയായി വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ സ്വന്തം ജീവിതം സ്ക്രീനിൽ കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന വികാരങ്ങൾ എന്തായിരിക്കുമെന്നത് സംവിധായകനെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാവും. അപ്പോൾ ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തി ആ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കാണുമോ? നമ്മുടെ ആരുടെയെങ്കിലും അടുത്തിരുന്ന് സിനിമ കണ്ട തികച്ചും അപരിചിതരായ ഏതെങ്കിലും വ്യക്തി ആയിരിക്കുമോ അന്നത്തെ ആ കൊലയാളി? ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കുന്ന വ്യക്തി അല്ല ശരിക്കുള്ള പ്രതി എന്ന് ലോകം അറിയുന്നത് 2019 ലീ ചൂൺ ജയ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അടക്കം 14 പേരെ കൊന്നത് ലീ ആണ്. തൻ്റെ നാത്തൂനെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ 1994 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരുന്ന അയാൾ വർഷങ്ങൾക്ക് ശേഷം ഈ കുറ്റവും സമ്മതിക്കുകയായിരുന്നു. പരോളിലായിരുന്ന യു സങ് യോ ഉടൻ പുനരന്വേഷണം ആവശ്യപ്പെട്ടു. ലീ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയെങ്കിലും കേസിന്റെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് കാരണം അയാളെ ശിക്ഷിക്കാൻ പറ്റിയില്ല. 20 ലക്ഷത്തോളം പോലീസുകാർ വേട്ടയാടിയ ആ പ്രതി അയാളിലേക്ക് എത്താൻ ചോദ്യം ചെയ്തത് 21,000-ഓളം ആളുകളെ. എന്നിട്ടും കെട്ടിച്ചമച്ച് കൂട്ടിലാക്കിയത് ഒരു നിരപരാധിയെ. യഥാർത്ഥ പ്രതി കടന്നു വന്നപ്പോൾ കാലാവധി കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് അയാളെ ശിക്ഷിച്ചതുമില്ല. പക്ഷെ ഇതിനകം ജീവപര്യന്തം ശിക്ഷയിലായിരുന്നതുകൊണ്ട് ഇനി ഒരു പരോളിന് ലീക്ക് സാധ്യതയില്ല. തന്നെ ഇത്രയും കാലം പിടികൂടാത്തതിലെ അത്ഭുതം ലീ റീട്രയലിന്റെ സമയത്ത് കോടതിയിൽ പ്രകടിപ്പിച്ചു. പലരെയും ചോദ്യം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ചോദ്യങ്ങൾ മറ്റുള്ളവരെ പറ്റിയായിരുന്നു. ഒരു തവണ ചോദ്യം ചെയ്യാൻ അവർ എത്തിയപ്പോൾ തൻ്റെ വിക്ടിമിന്റെ വാച്ച് ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു എന്ന് ലീ കൂട്ടിച്ചേർത്തു. മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ദൃശ്യങ്ങൾ കോർത്തിണക്കി മെമ്മറീസ് ഓഫ് മർഡർ ബോങ് ജൂൺ ഹൂ എടുത്തപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലീസുകാരുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ രംഗം അവസാനത്തേതാവും. വളരെ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തി, പക്ഷെ കാഴ്ചയിൽ വെറും ഒരു സാധാരണ മനുഷ്യൻ. നമുക്കിടയിലൂടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരൻ. സിനിമ കണ്ടു കഴിയുമ്പോൾ കാണികൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന വികാരം ഇതാവും.